കറുപ്പ് ചിത്രം ഒരു കഥ നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു അച്ഛനും മകളും കൂടി ചെന്നൈക്ക് പോകണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ചെന്നൈ യാത്രയ്ക്ക് ഒരു 10-40 പവൻ സ്വർണം കൂടി കൊണ്ടുപോകുന്നത്. ഈ ലിവറിൻ്റെ ചികിത്സ ചെയ്യാനും ലിവർ മാറ്റി വയ്ക്കാനും കേരളത്തിൽ ഒരുപാട് ഹോസ്പിറ്റലുണ്ട്. അതൊന്നും പോരാണ്ട് ചെന്നൈയിലേക്കാണ് പോകുന്നത്. അതും സ്വർണം കേരളത്തിൽ വിൽക്കാണ്ട് ചെന്നൈയിൽ വിൽക്കാനായിട്ട് ബൈ ഹാൻഡായിട്ടാണ് കൊണ്ടുപോകുന്നത്. അതെന്തുണ്ടായി, ഒരു 2 കള്ളന്മാർ അത് തട്ടിപ്പറിച്ച് മേടിച്ച് കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞ് ആ സ്വർണം തിരിച്ച് കിട്ടാനുള്ള കുറേ പ്രയത്നങ്ങൾ ചെയ്യുന്നു. അത് കഴിഞ്ഞ് അതൊന്നും നടക്കാണ്ടാവുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ സൂര്യ ഒരു ദൈവമായിട്ട് ആ ഒരു കോടതിയുണ്ട്, വലിയൊരു കോടതിയുടെ മുമ്പിൽ വലിയൊരു അമ്പലമുണ്ട്, ചെറിയൊരു അമ്പലം. അതിലൊരു ബിമ്മൊക്കെ വെച്ചിട്ട് സൂര്യയുടെ പോലത്തെ ഒരു ഈ കുതിരപ്പുറത്തിരിക്കുന്ന ഒരു സ്വാമി, ആ സ്വാമി ദൈവമായി വന്ന് ഇവിടെ സ്വർണം മേടിക്കാൻ നിൽക്കുന്നു. അതിൻ്റെ ഇടയിൽ ഒരു വില്ലനുണ്ട്. അത് കഴിഞ്ഞ് വേറൊരു MLA മന്ത്രിയോ ഒരു പെണ്ണിനെ പീഡിപ്പിച്ച കേസ് അവിടെ നടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ നടത്തി ഇതിനെല്ലാം ഈ ദൈവം വന്ന് എല്ലാം മാറ്റിമറിക്കുന്ന, ലാസ്റ്റ് കോടതി തന്നെ മാറിയുന്ന, അത് കഴിഞ്ഞ് വീണ്ടും കോടതിയിലെ എല്ലാ കേസുകളും ഈ ദൈവം വന്ന് തീർക്കുന്നതും, അതിൻ്റെ ഇടയിൽ 2-3 ഊള പാട്ടുകളും ഊള ഡാൻസുകളും കുറേ ആർക്കും കൊള്ളാത്ത കുറച്ച് ഇടിയും വെച്ചിട്ട്. ഇതാണ് നമ്മുടെ കറുപ്പ് എന്ന് പറഞ്ഞ സ്വാമിയുടെ സിനിമ. കറുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്വാമീനെ എല്ലാവരും കറുപ്പെന്നാണ് വിളിക്കുന്നത്. ആ സ്വാമി മനുഷ്യനായിട്ട് ഇറങ്ങി വരണം. ഈ തമിഴന്മാർക്ക് ബുദ്ധിയില്ല നമ്മൾ പറയാറുണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ നല്ല ബുദ്ധി വരാറുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും നമുക്ക് പറയേണ്ട വരും തമിഴന്മാർക്ക് ബുദ്ധിയില്ല എന്ന്. തമിഴന്മാർക്ക് മാത്രമല്ല ബുദ്ധിയില്ല, നമ്മുടെ സൂര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു നടനാണ്, ഒരു ആക്ഷൻ കിങ്ങാണ്. ഇദ്ദേഹത്തിൻ്റെ ബുദ്ധിക്ക് എന്ത് പറ്റിയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇദ്ദേഹത്തിന് ഈ സിനിമ കൊണ്ട് എന്താണ് ഉപയോഗിക്കുന്നത്? ഇനി ഇദ്ദേഹം നമ്മുടെ വിജയരെ പോലെ രാഷ്ട്രീയത്തിൽ ഇറങ്ങാനുള്ള ഉദ്ദേശമാണോ? അതെനിക്കിപ്പോൾ സംശയം ഈ സിനിമ കൊണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചോറുണ്ണുന്ന ഒരു വ്യക്തി പോലും ഇങ്ങനെ ഒരു കഥ പറഞ്ഞാൽ അതിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് നിൽക്കില്ല. കാരണം ഇദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാറാണ്. 2-3 പടം പൊളിഞ്ഞിരിക്കുന്നു. ഈ പടം വിജയിക്കേണ്ടത് ഇദ്ദേഹത്തിൻ്റെ കരിയറിൽ അത്യാവശ്യമാണ്. എന്നിട്ട് നമ്മളൊക്കെ കേട്ടാൽ ബോധം പോകുന്ന ഒരു കഥ ദൈവമായിട്ട് ബന്ധപ്പെടുത്തി, ദൈവം വന്ന് ഇവിടെ വന്ന് ജനങ്ങളുടെ ഇടയിൽ കൂടെ കേസ് നടത്തുക, അതുപോലെ കേസിനൊക്കെ തീർപ്പുണ്ടാക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ ഒരു പ്രാന്തൻ പടം. ഇതിൻ്റെ ഉള്ളിൽ ഈ സൂര്യനെ കൊണ്ടിട്ട് വീണ്ടും സൂര്യക്കും പ്രാന്ത്. ശരിക്കും പറഞ്ഞാൽ സൂര്യനെയൊക്കെ വല്ല പുളിമ കെട്ടിയിട്ട് തെരണ്ട് വലിക്ക് അടിക്കണം. ഇത്രയധികം പ്രേക്ഷകരെ വഞ്ചിച്ച സൂര്യ ഇനി സിനിമാ ഫീൽഡിൽ വേണ്ട എന്നാണ് ഞാൻ പറയണത്. നല്ല കഥകളില്ലെങ്കിൽ കുടുംബത്തിരിക്കണം. ഇങ്ങനെയുള്ള ഊളപ്പടങ്ങളിൽ, ഇങ്ങനെ കച്ചറ പടങ്ങളിൽ അഭിനയിച്ചിട്ട് ആൾക്കാരെ വഞ്ചിക്കരുത്. നിങ്ങളൊക്കെ നടനാക്കിയതും സിംഗം പോലെയുള്ള ഒരു സിനിമകളിലൊക്കെ നിങ്ങൾ എത്ര ഇനിയിപ്പോൾ ഇനിയും സീരിയസ് എടുത്തോളം ഞങ്ങൾ കാണാൻ തയ്യാറാണ്. അവസാനത്തിൽ സിംഗത്തിൻ്റെ മീശയൊക്കെ വെച്ച് വരുന്നുണ്ട്. എന്ത് കോപ്രായൊക്കെ മിസ്റ്റർ നിങ്ങൾ കാണിക്കുന്നത്. നിങ്ങളൊരു നടനാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടു. എന്നിട്ട് ഇതിൻ്റെ കരിയർ നശിപ്പിക്കാൻ നിങ്ങൾക്ക് ഒരു മടിയില്ല. ഇത്രയും ഹൈപ്പുണ്ടായ നിങ്ങൾ വെറും 0 ആയിട്ടാണ് ഈ സിനിമയിൽ അഭിനയിച്ചത്. അഭിനയം എന്ന് പറയണത് ഒട്ടുമില്ല. ഫൈറ്റ് എന്ന് പറയണത് ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ല. ഒരു നല്ല പാട്ടില്ല. കുറേ ആൾക്കാർ കിടന്ന് ഈ RRൻ്റെ ഇടപെടെ കിടന്ന് അലർന്നുണ്ട്. ഇതല്ലാണ്ട് ആ സിനിമയിൽ എന്താണല്ലേ? എനിക്ക് തോന്നി കഴിഞ്ഞാൽ സങ്കടം തോന്നി ഈ പടം കണ്ടപ്പോൾ, സൂര്യയുടെ ദയനീയ ഭാവം കണ്ടപ്പോൾ. ഇദ്ദേഹമൊക്കെ ഒരു നടനാണോ എന്നുപോലെ നമ്മൾ ചിന്തിച്ചു പോയി. ദയവ് ചെയ്തിട്ട് ഇത്തരം പടങ്ങളായിട്ട് ഇനി കേരളത്തിലേക്ക് നിങ്ങൾ വരരുത്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു പോക്ക് പൊക്കോ. കുറച്ച് മലയാളികളൊക്കെ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്, ഒന്നും കാര്യമില്ല. ഇന്ദ്രൻസിൻ്റെ മാത്രം കുറച്ച് ചെറിയ 1-2 അഭിനയം, അതൊക്കെ ഇവിടെ നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ ഫോട്ടോസ്റ്റാറ്റ് അഭിനയമാണ്, അവിടെയും പോയിട്ട് മൂപ്പര് ചെയ്തത്. അത്രയേ ഉള്ളൂ. അതിൽ വേറെ ഒന്നും പറയാനില്ല. ഒരു കൂതറ വില്ലനും എവിടെ നിന്ന് കിട്ടി ഈ കൂതറേനും ഒരു പിടുത്തമില്ല. അങ്ങനത്തെ ഒരു സിനിമ എൻ്റെ പൊന്നു മക്കളെ നിങ്ങൾ ദയവ് ചെയ്ത് ഈ കറുപ്പ് എന്ന് പറഞ്ഞ സിനിമയുടെ 7 അയലകത്ത് പോവല്ലേ, വാൾ പോസ്റ്റ് പോലെ നിങ്ങൾ നോക്കണ്ട. അത്ര കൂതറ നാറിയ തീട്ട പടമാണ് ഈ കറുപ്പ്. ഇനി ഇതിനെപ്പറ്റി വേറെ എന്താ പറയാനുള്ളത്?